ഏത് ജനതയെയാണ് ഇസ്ലാം വളർത്തിയുണ്ടാക്കിയത്? ഏത് ജനതയെയാണ് ഇസ്ലാം നന്നാക്കിയെടുത്തത്? അത് നന്നാക്കിയെടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മാനദണ്ഡം എന്തായിരുന്നു? ഇത് നമ്മൾ പഠിക്കുമ്പോ ഇൽമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ച ഏറ്റവും വലിയ ആയുധമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തുള്ള ജനങ്ങളുടെ സ്ഥിതി എന്താണ്? നമ്മൾ പറയും ഇക്കാലഘട്ടത്തിലാണ് എല്ലാ തോന്നിവാസങ്ങളുമെന്ന്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന അക്കാലഘട്ടത്തിൽ ഏതെല്ലാം നിലക്കുള്ള വൃത്തികേടുകളുള്ള ജനങ്ങളാണ്. വിശ്വാസരംഗത്ത് ശിർക്കിൽ ആണ്ട് കിടക്കുന്ന സമൂഹമാണ്. പരിശുദ്ധ കഅബാലയത്തിന്റെ അകത്തുപോലും, പരിശുദ്ധ കഅബാലയം ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ ഇസ്മായിൽ അലൈഹിസ്സലാമിലൂടെ അള്ളാഹു പവിത്രമാക്കിയ പുണ്യഗേഹമാണ്. ആ പരിശുദ്ധ കഅബാലയത്തിന്റെ അകത്തുപോലും ഒരിക്കലും വിഗ്രഹാരാധനക്ക് കൂട്ടുനിന്നിട്ടില്ലാത്ത, ബിംബാരാധനക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ, ശിർക്കിനെതിരെ സമരം നടത്തിയതിന്റെ പേരിൽ തീക്കുണ്ടാരത്തിൽ എടുത്തെറിയപ്പെട്ട അതേ പ്രവാചകന്മാരുടെ തന്നെ വിഗ്രഹങ്ങൾ കഅബാലയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ കഅബാലയത്തെ മലീമസമാക്കുകയടക്കമുള്ള ദുഷ്കൃത്യങ്ങൾ ചെയ്ത അറബികൾ. വിശ്വാസരംഗത്ത് വളരെ അധപ്പതിച്ച വിഭാഗം. കർമ്മരംഗത്തും വളരെ മോശപ്പെട്ടവരാണ്. സ്വഭാവരംഗത്തും മോശപ്പെട്ടവരായിരുന്നു അവർ. വ്യഭിചാരം എന്നത് അവർക്കൊരു ഹോബിയായിരുന്നു. പെണ്ണിന്റെ ചൂട് തട്ടാത്ത ദിവസങ്ങൾ എന്തിന് കൊള്ളാമെന്ന് പാടി പറഞ്ഞിരുന്ന അറബികൾ. മദ്യസേവ നടത്താത്തവൻ ആണായി ജീവിക്കേണ്ടതുണ്ടോ എന്ന് പദ്യം ചൊല്ലി അഭിമാനം പറഞ്ഞിരുന്ന കക്ഷികൾ. ഉറയിലിരിക്കുന്ന വാളിന്റെ ദാഹം തീർക്കാൻ ഒരു ദിവസം അല്പമെങ്കിലും ഒന്ന് പോരാടിയിട്ട് ആ വാളിൽ ചുടുരക്തം പുരന്തിട്ടില്ലെങ്കിൽ എന്തിനാണോ നീയൊക്കെ ആണായി ജീവിക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം പാടിപ്പറഞ്ഞിരുന്ന അറബികൾ. എല്ലാം കൊണ്ടും വളരെയേറെ വലാലത്തിന്റേതായ വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നവര് ജനത. ഒരിക്കലും അവരൊന്നും നന്നാകില്ല എന്ന് നമുക്കൊക്കെ തോന്നുമാറ് അത്രമാത്രം ദുഷിച്ചുപോയിരുന്നവര് ജനത. വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് ചുരുക്കി പറഞ്ഞത് ഇങ്ങനെയാണ്: വഇൻകാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ ജനങ്ങൾ കാനു അവരായിരുന്നു ലഫീ ളലാലിൻ മുബീൻ, ഏറ്റവും വ്യക്തമായ വലാലത്തിലായിരുന്നു. അത്ര പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അതിലപ്പുറം ഇനി എങ്ങനെയാ പറയേണ്ടത്? വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനത. ആ ജനതയാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഇഖ്റ മുതൽക്കുള്ള ആയത്തുകളിലൂടെ, വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ അവർക്ക് വേണ്ട ഉത്ബോധനങ്ങൾ നടത്തിക്കൊണ്ട് അതെങ്ങനെയാ ചെയ്തത്? യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് നിർവഹിച്ച ഡ്യൂട്ടി എന്താണ്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജനങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിക്കുന്നു. ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ടവരെ യുസക്കീഹിം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ അവരെ സംസ്കരിച്ചെടുക്കുന്നു. എങ്ങനെയാണ് സംസ്കരിച്ചെടുക്കാൻ? എന്താണ് സ്വീകരിച്ച മാർഗം? വാളെടുത്ത് വെട്ടിയിട്ടാണോ? അവരെ കുത്തിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണോ? ഈ ജനങ്ങളെ, ഈ കിതാബ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഇതിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്റെ മറുകൈയിൽ വാളാണ്. ഈ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തല ഞാനും എന്റെ അരുമ ശിഷ്യന്മാരും കൂടി കൊയ്ത് കളയും. നിങ്ങളെ വെച്ചേക്കില്ല. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ പാർക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യവും തരില്ല. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറുത്ത് നശിപ്പിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതാണ്. എന്തെങ്കിലും ഭീഷണികളോ പ്രലോഭനങ്ങളോ പറഞ്ഞിട്ടാണോ? ഏതെങ്കിലും നിലയ്ക്ക് അത്തരത്തിലുള്ള വാക്കുകളെങ്കിലും പ്രയോഗിച്ചിട്ടാണോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം ദുഷിച്ചവർ ജനതയെ മാറ്റിയെടുത്തത് ഒരിക്കലുമല്ല. അവിടുന്ന് അവരെ സംസ്കരിച്ചെടുക്കാൻ സ്വീകരിച്ച മാനദണ്ഡം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്നു. പരിശുദ്ധ ഖുർആൻ അവർക്ക് തഅലീം ചെയ്തു കൊടുക്കുന്നു. കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. കിതാബ് മാത്രം പോരല്ലോ,
ആ കിതാബ് തിരിയണമെങ്കിൽ, ആ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ, ആ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ വ്യക്തമായി ആ ഖുർആൻ മനസ്സിലാകാൻ ആവശ്യമായ ഏതൊക്കെ ഇൽമു വേണോ ആ ഇൽമുകളൊക്കെ സഹിതം ഹിക്മത്ത് ഖുർആൻ അല്ലാത്ത വഹയും മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടിയിട്ടുണ്ടല്ലോ. അതാണല്ലോ ഹദീസുകളുടെ വിശാലമായ ലോകം, ലക്ഷക്കണക്കിന് വിശാലമായി കിടക്കുന്ന ഹദീസുകളുടെ ലോകം. അതിലൂടെയൊക്കെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് തഅലീം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ അവരെ സംസ്കരിച്ചു മാറ്റിയെടുത്തു. അങ്ങനെ ലോകത്തൊരു നേതാവിന് സാധിച്ചിട്ടുണ്ടോ? എത്രയോ പ്രത്യയശാസ്ത്രങ്ങളില്ലേ ഈ ലോകത്ത് കബറടക്കപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ. തുടങ്ങിയ രാജ്യത്ത് തന്നെ കുഴിച്ചു മൂടപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളില്ലേ? തുടങ്ങിയ രാജ്യത്ത് പോലും അതൊന്ന് നടപ്പിലായി കണ്ടു മരിക്കാൻ ഭാഗ്യം കിട്ടാത്ത നേതാക്കന്മാരില്ലേ? അതേ അവസരത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ച പ്രകാശത്തിന്റെ ആ ദീപം അത് ജനങ്ങൾ ഉൾക്കൊണ്ടു എന്ന് മാത്രമല്ല, താൻ ഉദ്ദേശിക്കുന്ന നിലക്കുള്ള ഒരു ജനതയെ ആ നാട്ടിൽ കണ്ടുകൊണ്ടല്ലേ നമ്മുടെ മുത്ത് നേതാവിന് ഈ ലോകത്തോട് വിട പറയാൻ സാധിച്ചത്. മദീനത്തെ പള്ളിയിൽ താനതാ വളർത്തിയുണ്ടാക്കിയ തന്റെ സ്വഹാബിമാര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ മുമ്പനും വമ്പനുമാണ്. ആ സ്വഹാബിയടക്കമുള്ള ധാരാളക്കണക്കിന് സ്വഹാബിമാര് അതാ ഒരുമയോടുകൂടിയ പള്ളിയിൽ സുബഹി നിസ്കാരം നിർവഹിക്കുന്ന കാഴ്ച അവസാനമായി കണ്ട് സന്തോഷിച്ചുകൊണ്ടല്ലേ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. താൻ ഉദ്ദേശിക്കുന്ന ആശയത്തിലൂടെ, താൻ വളർത്താൻ ഉദ്ദേശിച്ച മേഖലയിലേക്ക് അതേ സ്വഭാവം ഉൾക്കൊണ്ട ഒരു ജനതയെ വളർത്തിയുണ്ടാക്കാൻ അത് പറഞ്ഞു പോവുകയല്ല, എഴുതി പോവുകയല്ല, ജീവിച്ച് കാണിക്കുന്ന ഒരു ജനതയെ വാർത്തെടുത്തുകൊണ്ടാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത്രമാത്രം വലിയ ദലാലത്തിലായിരുന്ന ജനത എന്ന് ഖുർആൻ പറഞ്ഞ അതേ ജനത അതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തഅലീമിലൂടെ, അവിടുത്തെ തസ്കിയത്ത് പ്രവർത്തനത്തിലൂടെ, അവിടുത്തെ തർബിയത്തിലൂടെ അതാ ആ ജനങ്ങൾ വളരുന്നു. അവരതാ നന്നാകുന്നു. നല്ലൊരു ശതമാനം ആളുകൾ നന്നാകുന്നു. നന്നായിട്ട് ഈ ദലാലത്തിൽ എന്ന് ഖുർആൻ ഒരിക്കൽ പറഞ്ഞ ഈ ജനത പിന്നെ ആരായി മാറി? കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ഉത്തമ സമുദായമാണ് ജനങ്ങളെ. ഖൈറു ഉമ്മത്തായി കൊണ്ടൊരു സമൂഹം മാറുകയാണ്. ഏറ്റവും വലിയ ദലാലത്തിന്റെ ജനങ്ങൾ എന്ന് പറഞ്ഞ ആ സമൂഹത്തിൽ നിന്ന് തന്നെ ആരുടെ മുമ്പിലും ഇതാ കണ്ടോ, നിങ്ങൾക്കൊക്കെ മാതൃകയാവാൻ മാത്രം തങ്കക്കുടങ്ങളിതാ, കറപുരളാത്ത വ്യക്തിത്വങ്ങളിതാ, ആർക്കും നോക്കി കണ്ടുകൂടെ, അവരെ കണ്ട് മാതൃകയാക്കിക്കൂടെ, അവരിൽ നിന്ന് ദീന് പഠിച്ചുകൂടെ, ഉൾക്കൊണ്ടുകൂടെ എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് വലിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ മാത്രം മഹാന്മാരായ ഒരു നേതൃത്വത്തെ, മഹാന്മാരായ ഒരു സമൂഹത്തെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തു. അവർ ലോകത്തിന് മാതൃകയായി മാറി. അവർക്ക് മാതൃക മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി വിശുദ്ധ ഖുർആൻ അതും പറയുന്നല്ലോ. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങൾ മധ്യമ സമുദായമാണ്. ആർക്കും നിങ്ങളെ കൊണ്ടെന്താ ഉപകാരമെന്നോ? ലിതകൂനൂ ശുഹദാ അലന്നാസ്, സർവ മനുഷ്യർക്കും ഖിയാമത്ത് നാൾ വരെയുള്ള അന്നാസിന് മനുഷ്യർക്ക് മാതൃകയാവാനും സാക്ഷികളാകാനും മാത്രം ഉന്നതന്മാരായി പോയ സ്വഹാബാ കിറാം, അവർക്ക് മാതൃകയാരാണ്? അവരെവിടെ നിന്നാ പഠിച്ചത്? വയകൂന റസൂലു അലൈക്കും ഷഹീദാ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബിമാർ ആ നിലക്ക് ഒരു സമൂഹത്തെ പ്രസംഗത്തിൽ ഒതുക്കാതെ, വാക്കുകളിൽ ഒതുക്കാതെ, പ്രയോഗതലത്തിൽ തന്നെ ഇതാ ഇങ്ങനെയാണ് മനുഷ്യൻ നന്നാവേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ മാത്രം ഉദാത്തമായ ഉന്നതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധിച്ചത് ഈ തഅലീമിലൂടെയാണ്, ഖുർആൻ പഠിപ്പിച്ചതിലൂടെയാണ്, അതിനാവശ്യമായ ഇൽമുകൾ പകർന്നു കൊടുത്തതിലൂടെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയുണ്ടാക്കി ആ ജനത ആരൊക്കെയായി? വളരെ ക്രൂരന്മാരായിരുന്ന ജനങ്ങൾക്ക് മിണ്ടാപ്രാണിയായ ഒട്ടകം മറ്റൊരാളുടെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചെങ്കിൽ
അതിന്റെ പേരിൽ വരെ രക്തച്ചൊരിച്ചിലിന് മുതിർന്നിരുന്ന അറബികൾക്ക് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തഅലീമുകൾ, അധ്യാപനങ്ങൾ അവർ ഉൾക്കൊണ്ടപ്പോ അവർക്ക് പിന്നെ അവരുടെ മരണനേരത്ത് പോലും അവർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിലും വിരോധമില്ല. തന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സഹോദരന് കൊടുത്തേക്കൂ, എനിക്ക് വേണ്ട, എന്റെ സഹോദരൻ കുടിച്ച് ദാഹം തീർക്കട്ടെ എന്ന് പറയാവുന്നൊരു പരുവത്തിലേക്ക് അവര് മാറിയില്ലേ? വ്യഭിചാരമില്ലാത്ത, പെണ്ണിന്റെ ചൂട് തട്ടാത്ത ദിവസങ്ങളിൽ എന്തിനു പറ്റുമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഒരു പെണ്ണ് എതിർദിശയിൽ നിന്ന് നടന്നു വരുമ്പോ ആ പെണ്ണിലേക്ക് ആശയോടുകൂടി ഒന്ന് മുഖമുയർത്തി നോക്കാത്ത പരുവത്തിലെത്തിയില്ലേ? വിശുദ്ധ ഖുർആൻ എന്താ അവരോട് പറഞ്ഞത്? കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് പറഞ്ഞേക്കൂ നബിയെ, അവർ അവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ, ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. അങ്ങനെ പ്രവാചകൻ വളർത്തിയെടുത്ത ഒരു സമുദായം, വ്യഭിചാരത്തിന് കൊതിയുണ്ടായിരുന്ന സമുദായം, പെണ്ണുങ്ങളെ ഉപയോഗിച്ചിരുന്ന സമുദായം, അവർക്ക് പിന്നെ ഒരു പെണ്ണിനെയോ ആണിനെയോ ആശയോടുകൂടി തനിക്കർഹതയില്ലാത്തവരിടത്തേക്ക് കണ്ണയക്കുന്നത് പോലും വൻപാപമായി അവർ ഗണിച്ചുകൊണ്ട് കണ്ണുകളെ താഴ്ത്തുന്ന ആ സാംസ്കാരികമായ ലോകത്തേക്ക് അവർ എത്തിപ്പോയി. ഇങ്ങനെ ഏറ്റവും വലിയ വളർച്ചയും ഏറ്റവും ഉന്നതന്മാരും ഏറ്റവും വലിയ ആളുകളുമൊക്കെയായില്ലേ? സാര പ്രശ്നങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ മടിച്ചിരുന്ന അറബികൾ അതാ മദീനയിലേക്ക് എത്തിപ്പോയിട്ടുള്ള, മക്കയിൽ നിന്ന് അഭയാർത്ഥികളായി മദീനയിൽ എത്തിയിട്ടുള്ള മുഹാജിറുകളോട് അവർ കാണിച്ച സ്നേഹത്തിന് ചരിത്രത്തിൽ തുല്യതയുണ്ടോ? അല്ലാഹു അവരെ സംബന്ധിച്ചു പറഞ്ഞത് യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുഅ്സിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവരിലേക്ക് ഹിജറ വരുന്ന മുസ്ലിമീങ്ങളെ അവർ വല്ലാതെ സ്നേഹിച്ചുപോയി. അവര് വല്ലാത്ത സ്നേഹമാണ് ആ മുഹാജിരീങ്ങളോട് കാണിച്ചത്. അവരുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ട്, സ്വന്തം കുട്ടികളുടെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് ഇങ്ങോട്ട് അഭയം തേടി വന്ന സ്വഹാബിമാരെ സ്വീകരിക്കാനും സ്നേഹിക്കാനും തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് വരെ ആ ജനതയെ ഉയർത്തിയതിന്റെ പിന്നിൽ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് കിതാബും സുന്നത്തുമൊക്കെ തഅലീം ചെയ്തു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അതിലൂടെയാണ് അവർ വമ്പന്മാരായത്, മുമ്പന്മാരായത്. ഈ ഒരു സാഹചര്യമാണ്, ഈ ഒരു സന്ദർഭത്തിൽ നിന്നാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഈ മാറ്റത്തിന്റെ പിന്നിലുണ്ടായ കാരണം കേവലം ഖുർആൻ വായിച്ചതല്ല. പരിശുദ്ധ ഖുർആൻ കേവലം ഒരു വായനക്കുള്ളതല്ലല്ലോ. അർത്ഥമറിയാതെ തന്നെ നമ്മളൊക്കെ ദിവസേന പരിശുദ്ധ ഖുർആൻ ഓതിയാലും പുണ്യമുണ്ട്. ഒരക്ഷരത്തിന് 10 നന്മ അല്ലാഹു ഓഫർ ചെയ്തതുമാണ്. പക്ഷേ അതിനു വേണ്ടി മാത്രമാണോ അല്ലാഹു ഖുർആൻ ഇറക്കി തന്നത്? ഖുർആൻ നമുക്ക് അല്ലാഹു അവതരിപ്പിച്ചു തന്നത് അത് വെറും പാരായണം ചെയ്ത് പുണ്യം നേടാൻ വേണ്ടി മാത്രമാണോ? ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, വേദഗ്രന്ഥം, അൻസൽനാഹു ഇലൈക, താങ്കളിലേക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? മുബാറക്കുൻ, ഇത് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ലിയദ്ദബ്ബറൂ ആയാതിഹി, അതിലെ വചനങ്ങളെ, അതിലെ സൂക്തങ്ങളെ, അതിലെ ആയത്തുകളെ അവർ ഉറ്റാലോചിക്കാനും ചിന്തിക്കാനും പഠിക്കാനും വേണ്ടിയാണ്. ബുദ്ധിയുള്ള മനുഷ്യന്മാരത് ചിന്തിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും വേണ്ടി തന്നെയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമുക്ക് വെറും കേവലം പാരായണത്തെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അവതരിപ്പിച്ചു തന്നതല്ല. അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് വായിക്കാൻ പഠിക്കുന്നതോടൊപ്പം അതിന്റെ ആശയങ്ങളെ ഗ്രഹിക്കലാണ്. അത് കൃത്യമായി തന്നെ മനസ്സിലാക്കപ്പെടേണ്ടുന്ന ഗ്രന്ഥമാണ്. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾക്കറിയാമോ വിശുദ്ധ ഖുർആൻ വായിക്കാൻ? നല്ലൊരു ശതമാനം ആളുകൾ ആ മേഖലയിലേക്ക് ആവേശപൂർവ്വം പഠനത്തിന്റെ രംഗത്തുണ്ട് എന്നത് വിസ്മരിച്ചുകൊണ്ടല്ല ഈ ഉള്ളവൻ സംസാരിക്കുന്നത്. പക്ഷേ വളർന്നു വരുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അടക്കം നല്ലൊരു ശതമാനം ആളുകൾ ഈ പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ വായിക്കാനെങ്കിലും പഠിച്ചവരുണ്ടോ? തെറ്റുകൂടാതെ വായിക്കാൻ ആദ്യം പഠിക്കണ്ടേ? തെറ്റുകൂടാതെ വായിക്കാൻ അറിയാവുന്നവർക്കല്ലേ അതിന്റെ ആശയം പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ ആശയം പഠിക്കണമെങ്കിൽ, അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ തെറ്റുകൂടാതെ ഒരു കാര്യം വായിക്കണ്ടേ? അത് വായിക്കാൻ നമ്മൾ പഠിക്കണം. തെറ്റുകൂടാതെ ഓതാൻ പഠിക്കണം.
അല്ലാഹുവിന്റെ കലാമാണ് പാരായണം ചെയ്യുന്നത്. ആ പാരായണം ചെയ്യുന്ന കലാമിൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ പടച്ചതമ്പുരാന്റെ കലാമിൽ നമ്മൾ കൂട്ടലാകും, അല്ലെങ്കിൽ അതിന്റെ ആശയം കുറക്കലായി പോകും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വളരെ കൃത്യമായും ശ്രദ്ധിച്ചും കൊണ്ട് ഓതാൻ വറത്തിലിൽ ഖുർആന തർത്തീലാ. റബ്ബ് സുബ്ഹാനഹു അതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായ നിർദ്ദേശമല്ലയോ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പാരായണവും അതിന്റെ പഠനവും അത് സംബന്ധമായ ചർച്ചകളും അതിനു വേണ്ടി തന്നെ വളരെയേറെ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇവിടെ ഈ നാദാപുരത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥാപന സമുച്ചയങ്ങളുടെ കൂട്ടത്തിൽ കുല്ലിയത്തുൽ ഖുർആനിൽ കരീം പ്രത്യേകമായി തന്നെ ഉദ്ദേശമുണ്ട്. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും ഖുർആനിന്റെ വചനങ്ങളെ സംബന്ധിച്ച് റിസർച്ചുകൾ നടത്താനും അത് സംബന്ധമായ പഠനങ്ങൾ നടത്താനും അതേപോലെ തന്നെ അത് സംബന്ധമായി പറയുന്ന ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങളെ ശേഖരിക്കാനും അത് സംബന്ധമായുള്ള ധാരാളം ഇൽമുകൾക്ക് വേദിയാകാനും ഉദ്ദേശമുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉദ്ദേശത്തെ സഫലീകരിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഏറ്റവും വലിയ ഖൈറായ വിദ്യാഭ്യാസം, ഏറ്റവും വലിയ ഖൈറായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിൽ ഉത്തമൻ ആരാണ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പരിശുദ്ധ ഖുർആനിനെ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. ഏത് വിജ്ഞാനത്തിന്റെയും ഉപകാരം നമുക്ക് മരണം വരെയല്ലേ ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്നത്. നമ്മളൊക്കെ കൊച്ചുകുട്ടികളായിരിക്കെ 1-ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർത്തപ്പെട്ട് പിന്നീട് SSLCയും ശേഷം +2വും പിന്നീട് പല രൂപത്തിലുള്ള വിദ്യാഭ്യാസങ്ങളും നേടിയവരില്ലേ. അങ്ങനെ പല രൂപത്തിലുള്ള ഭൗതിക ലോകത്തിന്റെ വിദ്യാഭ്യാസങ്ങൾ നമ്മൾ നേടുന്നു. ആ വിദ്യാഭ്യാസങ്ങൾ കൊണ്ടൊക്കെ ഓരോ വ്യക്തിക്കും അതിന്റെ ഫലങ്ങൾ പലപ്പോഴും ഈ ഭൗതിക ലോകത്ത് തന്നെ പൂർണ്ണമായി ലഭിച്ചുകൊള്ളണമെന്നില്ല. ഭൗതിക ലോകത്ത് തന്നെ അതിന്റെ ഫലങ്ങൾ അവന് കിട്ടുന്നില്ല. അതേ സമയത്ത് നാം പഠിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, മതപരമായ ഇൽമുകൾ ഉണ്ടല്ലോ, നന്നാകുവാനുള്ള ഇൽമുകൾ ഉണ്ടല്ലോ, നല്ല മനുഷ്യനായി എങ്ങനെ ജീവിക്കണം എന്നതിന് വിശുദ്ധ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന രേഖകളുണ്ടല്ലോ. ആ ഇൽമുകൾ അതിന്റെ ഉപകാരം നമുക്ക് തുടങ്ങുന്നത് തന്നെ മരണം മുതൽക്കാണ്. ഏറ്റവും ഒറ്റക്ക് പോയി കിടക്കേണ്ടുന്ന ഖബർ ജീവിതത്തിലാണ്. മരണാനന്തരം ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ശേഷം ആഖിറത്തിലാണ് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ രക്ഷപ്പെടാൻ ആവശ്യമായ ഇൽമാണ്. ആ ഇൽമ് നേടുന്നവരാണ് ഏറ്റവും ഉത്തമന്മാർ. അതിന്റെ വിദ്യാർത്ഥികളാണ് ഏറ്റവും ഉത്തമന്മാർ. അത് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഏറ്റവും ഉത്തമന്മാർ. ഖൈറുക്കും നിങ്ങളില്ലേ ഏറ്റവും ഉത്തമൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. പരിശുദ്ധ ഖുർആനിനെ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. ഈ മേഖലയിലേക്ക് എന്റെ മുഴുവൻ സഹോദരന്മാരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ, ഞാനൊക്കെ ഇനി എങ്ങനെ ഖുർആൻ പഠിക്കാനാണ്? നാളും പ്രായവുമൊക്കെ ആയില്ലേ, പ്രായം കുറെ ആയില്ലേ, അല്ലെങ്കിൽ തിരക്കുകളല്ലേ ജീവിതത്തിൽ എന്നൊക്കെ പറയുന്നു. എനിക്കിനി ഖുർആനൊന്നും അങ്ങനെ മനസ്സിലാവില്ല, എനിക്കിനി അതിന്റെ ആശയങ്ങളൊന്നും തലയിൽ കയറില്ല എന്ന് പറയുന്നു. പക്ഷേ ആ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് ഈ ലോകത്തോട് ഏറ്റവും വലിയ കരുണ ചെയ്ത റബ്ബുൽ ആലമീൻ പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ പരിശുദ്ധ ഖുർആനിനെ വലഖദ് യസ്സർനാ, നാം തീർച്ചയായും എളുപ്പമാക്കിയിരിക്കുന്നു, ലളിതമാക്കിയിരിക്കുന്നു. അൽ ഖുർആന, പരിശുദ്ധ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ലിദ്ദിക്രി, ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനും ഒക്കെ എളുപ്പമാക്കിയിട്ടുള്ള ഗ്രന്ഥമാണ്. ഫഹൽ മിൻ മുദ്ദക്കിർ, ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാൻ ആളുണ്ടോ, ഉറ്റാലോചിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? ഉണ്ടോ ഉണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാഹു ബുദ്ധി തന്നതെന്തിനാണ്? കണ്ണും കാതും ഖൽബും തന്നതെന്തിനാണ്? ചിന്തിച്ചുകൂടെ? ശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അവരെന്തേ ഉച്ചാലോചിക്കാത്തത്? എന്തേ അവരതിനെ സംബന്ധിച്ച് പഠനം നടത്താത്തത്? അവരുടെ ഹൃദയങ്ങൾക്കൊക്കെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? ചിന്തിക്കണ്ടേ നമ്മൾ? ആരോടാണ് റബ്ബി ചോദ്യം ചോദിക്കുന്നത്? അല്ലാഹു തന്നിട്ടുള്ള ഖൽബൊന്ന് തുറക്കാൻ തയ്യാറില്ലാത്തവരോട്, അല്ലാഹു തന്നിട്ടുള്ള കണ്ണൊന്ന് തുറന്ന് ഈ സത്യത്തിന്റെ സന്ദേശങ്ങളൊന്ന് കാണാനും
അള്ളാഹു തന്നിട്ടുള്ള കാതുകളൊന്ന് തുറന്നു വെച്ച് ഈ സത്യത്തിന്റെ സന്ദേശങ്ങളിലേക്കൊന്ന് കാതയക്കാനും അതിലൂടെ ഒന്ന് ചിന്തിച്ച് പഠിച്ച് സംസ്കാരമുള്ള മനുഷ്യനായി മാറാനും തയ്യാറില്ലാത്തവരോടല്ലേ ചോദിക്കുന്നത്? പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇത് അള്ളാഹു നൽകിയത്? ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെന്താ അത് ഉപയോഗപ്പെടുത്താനാവാത്ത വിധം നിങ്ങളത് താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ ജനങ്ങളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവത്തെ ഉണർത്തുകയാണ്. അതുകൊണ്ട് എന്തു വേണം? ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കണം. ഈ പഠനം എന്ന് പറയുമ്പോ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഒരു പ്രത്യേകമായ ഉത്തരവാദിത്തമല്ല. സ്ത്രീയും പഠിക്കണം, പുരുഷനും പഠിക്കണം. ഇന്നിപ്പോ അതങ്ങനെ ആയത്തോതി പറയേണ്ടുന്നൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ കേരളത്തിൽ അതിനുവേണ്ടിയും വഅളുകൾ ധാരാളമായി പറയേണ്ടുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ സത്യത്തിന്റെ സന്ദേശത്തെ അത് എഴുതിയും പഠിച്ചുമൊക്കെ മനസ്സിലാക്കുമ്പോ ഒരു വിഭാഗത്തിന് അത് നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ടായിരുന്നു. 1930കളിൽ മണ്ണാർക്കാട് വെച്ച് പാസാക്കപ്പെട്ടിട്ടുള്ള പ്രമേയത്തിൽ പറഞ്ഞതെന്തായിരുന്നുവെന്നോ, ഈ മുസ്ലിം സ്ത്രീക്ക് അക്ഷരവിദ്യ പഠിക്കൽ പ്രത്യേകം ആവശ്യമില്ല, അത് മക്റൂഹാണ് എന്നൊരഭിപ്രായം. മക്റൂഹാണെന്ന് പറഞ്ഞാലും പോരാ, ഇക്കാലഘട്ടത്തിൽ അതുകൊണ്ട് ഏറെ ഉപദ്രവങ്ങൾ ഉള്ളതുകൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ഹറാമാകാനേ തരമുള്ളൂ എന്ന് കൃത്യമായി തന്നെ അക്കാലഘട്ടത്തിലെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിവിട്ടു. സ്ത്രീകൾക്ക് അക്ഷരവിദ്യ പഠിക്കാൻ പാടില്ല, അതവർ ഈ കാലഘട്ടത്തിൽ അവർക്കത് പ്രത്യേകം പഠിപ്പിക്കൽ ഹറാമാണ് എന്നൊക്കെ വരെ പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് ആ കാലഘട്ടം പോയിട്ടുണ്ട്. പക്ഷേ ആ ഫത്വകളൊന്നും ഇന്നും പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ ഫത്വകളും പ്രമേയങ്ങളും ഒക്കെ ഇപ്പോഴും ലോകത്തിന്റെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ജനങ്ങളത് കുഴിച്ചുമൂടി. പാസാക്കിയവർ ഇപ്പോഴും അത് കുഴിച്ചുമൂടിയിട്ടില്ലെങ്കിലും ജനം അതിനെതിരെ തിരിഞ്ഞു. ഇപ്പോൾ അത് പറഞ്ഞിരുന്ന കക്ഷികൾക്ക് തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്, കലാലയങ്ങളുണ്ട്, അറബി കോളേജുകളുണ്ട്, അനാഥശാലകളുണ്ട്, വനിതകൾക്ക് വേണ്ടി തന്നെ പ്രത്യേകം സ്ഥാപനങ്ങളുണ്ട്, വനിതാ അധ്യാപികമാരുണ്ട്. മാറ്റങ്ങൾ എത്രത്തോളം വന്നു! അതൊക്കെ ഒരു മാറ്റമാണ്. ഈ പ്രസ്ഥാനത്തിന് അഭിമാനപൂർവ്വം പറയാവുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണത്. ആരത് നിഷേധിച്ചാലും ആ ഒരു സത്യം സത്യമല്ലാതായി മാറുന്നില്ല. സ്ത്രീകൾക്ക് പഠിക്കാൻ പാടില്ല, അക്ഷരവിദ്യ പ്രത്യേകം പാടില്ല എന്ന് പറഞ്ഞിരുന്ന ജനത ഇന്ന് ആ മേഖലയിൽ നിന്ന് മാറിപ്പോയില്ലേ? അപ്പൊ സ്ത്രീകളും പഠിക്കണം, പുരുഷന്മാരെ പോലെ സ്ത്രീകളും പഠിക്കണം എന്ന് ആളുകൾക്ക് മനസ്സിലായി. അങ്ങനെ തന്നെ സ്ഥാപനങ്ങൾ ധാരാളമായി ഉണ്ടായി. പല സ്ഥാപനങ്ങളും പലയിടങ്ങളിലും ഉണ്ടായി. എല്ലാത്തിന്റെയും ലക്ഷ്യം നമുക്കെന്താണ്? നല്ലൊരു തലമുറ വളർന്നു വരണം, മക്കൾ നല്ലവരായി വളരണം. പഠനമില്ലാതെ, അധ്യാപനമില്ലാതെ, ഇൽമില്ലാതെ ഒരാൾക്കും ഒരു കാര്യത്തിനും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഏറ്റവും വലിയ ആയുധം ഇൽമാണെന്നല്ലേ ഞാൻ തുടങ്ങി വെച്ചത്. ആ ഇൽമിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരണ്ടേ? ആ ഇൽമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ ഇൽമ ശരിയായ നിലക്ക് വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ മുമ്പിൽ ആ കുട്ടികൾ എത്തിപ്പെടണ്ടേ? മഹാനായ ലുഖ്മാൻ, അതാ മഹാനായ ഒരു ഒരു മഹാനായ ഒരു വ്യക്തിത്വത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ലുഖ്മാൻ ഒരധ്യായം തന്നെ നമുക്ക് കാണാം. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ നദീം. ഒരു പിതാവ് തന്റെ അരിമ സന്താനത്തിന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് അതിൽ മുഖ്യമായും പ്രതിപാദിക്കുന്നത്. പിതാവ് ലുഖ്മാൻ അലൈഹിസ്സലാം അതാ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മകന് വഅ്ള് പറയുകയാണ്, മകനോട് ഉപദേശിക്കുകയാണ്. പിതാക്കളെ, രക്ഷിതാക്കളെ, നമ്മൾ ചിന്തിക്കുക. മക്കൾക്ക് പല ഉപദേശങ്ങളും നമ്മൾ കൊടുക്കാറില്ലേ? മക്കളുടെ പല കാര്യത്തിലും നമ്മൾ ചിന്തിക്കാറില്ലേ? അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വെക്കാറില്ലേ? വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും വിദ്യാസാമഗ്രികളുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ലേ? അതേ അവസരത്തിലതാ ഈ മാതൃകാ പുരുഷനായ ഈ പിതാവ് ലുഖ്മാൻ അലൈഹിസ്സലാം അതാ മകനോട് വിളിച്ചുകൊണ്ട് പറയുന്ന ഒന്നാമത്തെ നിർദ്ദേശം സർവ്വ സഹോദരന്മാരും മനസ്സിലാക്കി വെച്ചോ. ആദ്യം തന്നെ ഒരു കുട്ടിയെ നന്നാക്കുമ്പോ, ആദ്യം തന്നെ ഒരു മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിച്ചെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സംസ്കാരമാണ് അവന്റെ വിശ്വാസം നന്നാകണം. അതുകൊണ്ടതാ ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ കുഞ്ഞുമോനെ, ലാ
തുശ്രിക് ബില്ലാഹി, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് മോനെ. കാരണം ലോകത്തൊരുപാട് തെമ്മാടിത്തങ്ങളുണ്ട്, ലോകത്തൊരുപാട് തെറ്റുകളുണ്ട്, ലോകത്തൊരുപാട് തോന്യാസങ്ങളുണ്ട്. സർവ്വ തോന്യാസങ്ങളെക്കാളും മീതെ മനുഷ്യനെ ആകെ ശാശ്വതമായ അപകടത്തിൽ എത്തിച്ചേർക്കുന്ന ഒരു പാപമുണ്ട് മോനെ. അതാണ് പറയുന്നത് ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലളുൽമുൻ നദീം, തീർച്ചയായും ബഹുദൈവ വിശ്വാസം, തീർച്ചയായും ശിർക്ക് എന്ന് പറയുന്നത് അത് വമ്പിച്ച ആക്രമം തന്നെ, വമ്പിച്ച അപരാധം തന്നെ എന്ന് അതാ മഹാനായ ആ മാതൃകാ പുരുഷൻ തന്റെ കുട്ടിയോട് ഉപദേശിക്കുന്നു. അവിടം മുതൽക്കാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ അവിടം മുതൽക്കാണ് തുടങ്ങേണ്ടത്. വിശ്വാസം ശുദ്ധിയാവണം. കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തോന്യാസങ്ങളും അനാവശ്യമായ ഭീതികളുമൊക്കെ രാജ്യത്ത് പലരും കുത്തിവെക്കുന്നുണ്ട്, ചാനലുകളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മതത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ കുത്തിവെക്കുന്നുണ്ട്, ശിർക്കിലേക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്, ജാറങ്ങളിലേക്ക് അവരെ ക്ഷണിക്കുന്നുണ്ട്, അന്ധവിശ്വാസങ്ങളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിലില്ലാത്തത് ഇസ്ലാം എന്ന പേരിൽ കുത്തിവെച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് ഏറ്റവും അവരെ സംസ്കരിച്ചെടുക്കുമ്പോ ആദ്യം വൃത്തിയാവേണ്ടത് ഈ നിലക്കുള്ള സകല അന്ധവിശ്വാസങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് ആദ്യം പറയേണ്ടത് വിശ്വാസപരമായ കാര്യമാണ്. മോനെ, ശിർക്കൊരിക്കലും ചെയ്യരുത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, ആരാധിക്കരുത്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യങ്ങൾ ശിർക്കായി വരുമോ, ഇപ്പോൾ നമ്മളത് വിശദീകരിക്കുന്നില്ല, അത് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഇവിടെ മാസങ്ങളോളമായി. ഇൻഷാ അല്ലാഹ് ഇനിയും അത് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായി തന്നെ അത് പഠിക്കുകയും അത് പഠിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ആഖിറത്തിലെ ശാശ്വതമായ രക്ഷയുടെയും ശിക്ഷയുടെയും മാനദണ്ഡമായി മാറുന്നത് അവന്റെ അഖീദയാണ്, അവന്റെ വിശ്വാസമാണ്.